അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇവിടെ ഉള്ള നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ. ആഡം സ്മിത്ത്, പിന്നെ ആൽഫ്രഡ് മാർഷൽ, ലേണൽ റോബിൻസ്, പോളെ സാമുവൽസൺ അല്ലെ. അപ്പൊ നോക്കാം, നമുക്ക് ആദ്യം ആഡം സ്മിത്ത്. ഇപ്പൊ ഇത് നേരെ പഠിച്ചു വെക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പരീക്ഷ ഹാളിലൊക്കെ ഇതൊക്കെ കണക്ട് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത് നമുക്ക് പഠിച്ചു വെക്കാം. ആദ്യം ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. ആഡം സ്മിത്ത്, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1723 1790. സ്കോട്ട്ലാൻഡിലാണ് ആര് ജനിക്കുന്നത്? ആഡം സ്മിത്ത് ജനിക്കുന്നത്. ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ, വെൽത്ത് ഡെഫിനിഷൻ, ധനനിർവചനം. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഏത്? എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ പ്രകൃതത്തിലേക്കും കാരണങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകം. ഇത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് 1776. ഇതാണ് കഴിഞ്ഞ 2016 ചോദിച്ച ചോദ്യം കേട്ടോ. പിന്നെ ഇപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇങ്ങനെ പ്രതീക്ഷിക്കാം. ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചു വെക്കണം. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അടുത്തത് ആൽഫ്രഡ് മാർഷൽ. 1842 1924 അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇംഗ്ലണ്ടിലാണ് ആര് ജനിക്കുന്നത്? ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിന്റെ ഡെഫിനിഷനെ പറയുന്ന പേരാണ് വെൽഫെയർ, ക്ഷേമ നിർവചനം. പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, അദ്ദേഹത്തിന്റെ പുസ്തകം. 1890 അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ലേണൽ റോബിൻസ് 1898 1984. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലേണൽ റോബിൻസ് 1898 1984. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് ഇത്, സ്കേഴ്സിറ്റി, ദൗർലഭ്യ നിർവചനം. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. 1932 ഇദ്ദേഹം ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. പോളെ സാമുവൽസൺ 1915 2009. അമേരിക്കക്കാരനാണ് നമ്മുടെ പോളെ സാമുവൽസൺ. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത്, എക്കണോമിക്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകം അറിയപ്പെടുന്നത്. 1964 ഇത് പബ്ലിഷ് ചെയ്തത്. ഇനിയിപ്പോ ഇതൊക്കെ നമ്മളൊരു 1-2 വായന അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ ഇതൊക്കെ മാറിപ്പോകാനുള്ള സാധ്യത. ചിലപ്പോൾ ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ വെൽഫെയർ ആണെന്നൊക്കെ തോന്നിപ്പോകും. ഇനി അഥവാ ആഡം സ്മിത്ത് വെൽത്ത് ആണോ, ഈ ആൽഫ്രഡ് മാർഷലിന്റെ വെൽത്ത് ആണോ എന്നൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ആഡം സ്മിത്ത്, സ്മിത്ത് വെൽത്ത് അല്ലെ. ആഡം സ്മിത്തിന്റെ ആ സ്മിത്ത് ഇന്ന് നമുക്ക് എന്ത് കണക്ട് ചെയ്യണം? വെൽത്ത് കണക്ട് ചെയ്യണം. അത് മാത്രം കിട്ടിയാൽ മതി. ആഡം സ്മിത്തിന്റെ ആ സ്മിത്ത് വെൽത്ത്. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകം പിന്നെ ഈസി ആണല്ലോ, എൻക്വയറി ഇൻ ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ അല്ല. വെൽത്ത് ഓഫ് നേഷൻ അവിടെ തന്നെ ഉണ്ട്. ഇനി പഠിച്ചു വെക്കാനുള്ളത് 1776. ഇത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, കാരണം 2016 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഈ ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ പുസ്തകം രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ പ്രകൃതത്തിലും കാരണങ്ങളിലുള്ള ഒരു അന്വേഷണം എന്ന പുസ്തകം, അല്ലെങ്കിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തത് ഏത് വർഷം എന്ന് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 1776. അപ്പൊ വെൽത്ത് സ്മിത്ത്, സ്മിത്ത് വെൽത്ത്. ഓക്കെ അല്ലേ? അത് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അത് ഈസിയാണ്, പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ്. ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത്, വെൽത്ത് ഡെഫിനിഷൻ എന്നൊക്കെ. അദ്ദേഹം പബ്ലിഷ് ചെയ്തത് 1776. ഇതൊന്ന് അങ്ങോട്ട് മാറി. ചിലപ്പോൾ 1876 എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. 1776 ഇദ്ദേഹം ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ആൽഫ്രഡ് മാർഷൽ, മാർഷൽ വെൽഫെയർ. ഇപ്പോ ഈ ഈ മാർഷൽ വെൽഫെയർ അല്ലെ, മാർഷൽ ആ വെല്ല് ഒക്കെ ആയിട്ട് ആ പേര് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ മാർഷൽ വെൽഫെയർ അല്ലെ. ഇപ്പൊ നല്ല വെൽഫെയർ ഒക്കെ ഉണ്ടാവണമെങ്കിൽ, നല്ല ക്ഷേമത്തിലൊക്കെ ഒരാൾക്ക് നല്ല ജീവിച്ചു പോകണമെങ്കിൽ, അദ്ദേഹത്തിന് നല്ല ക്ഷേമം വേണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനൊക്കെ നല്ല പ്രിൻസിപ്പിൾസ്, നല്ല തത്വങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ലൊരു ക്ഷേമത്തിലേക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ, നല്ല വെൽഫെയർ ആയിട്ടൊക്കെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത്, പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. അപ്പൊ നമ്മുടെ ഈ ഒരു മാർഷൽ നല്ല തത്വങ്ങളൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ വളരെ ഒരു ക്ഷേമത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോകുന്നത്, കാരണം അദ്ദേഹത്തിന്റെ തത്വങ്ങൾ അങ്ങനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല വെൽഫെയറിൽ അദ്ദേഹം ജീവിക്കുന്നു. അപ്പൊ മാർഷൽ വെൽഫെയർ തത്വങ്ങൾ, മാർഷൽ വെൽഫെയർ പ്രിൻസിപ്പിൾ. ഇപ്പൊ മാർഷൽ വെൽഫെയർ നമുക്ക് കണക്ട് ചെയ്യാം. നല്ല പ്രിൻസിപ്പിൾസ് ഒക്കെ ഉള്ള ആളാണ് ആര്? മാർഷൽ. അതുകൊണ്ടാണ് അദ്ദേഹം നല്ല വെൽഫെയറിൽ അദ്ദേഹം ജീവിക്കുന്നത്. 1890. 1890 1890. അതും പഠിക്കാൻ ഈസിയാണ് കേട്ടോ. ആ വർഷം ആൽഫ്രഡ് മാർഷലിന്റെ 1890 1890 അദ്ദേഹം പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, കണക്ട് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് കേട്ടോ പിന്നെ ഇതിന്റെ ആവശ്യമില്ല, അത് കൺഫ്യൂഷൻ വരില്ല. ആ സമയത്ത് ഓർമ്മ വരും, ഈ പൊട്ടത്തരങ്ങളൊക്കെ ആ സമയത്ത് ഓർമ്മ വരും അല്ലെ. ലേണൽ റോബിൻസ് സ്കേഴ്സിറ്റി. ഇത് നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ റോബറി എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? റോബറി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഈ പിടിച്ചുപറിക്കാര്, കള്ളന്മാര്, മോഷ്ടാക്കൾക്കൊക്കെയാണ് ആരെന്ന് റോബറി. ഇവരെപ്പോഴും റോബറി അവർ ചെയ്യുക
സ്കേഴ്സിറ്റി, അവർക്ക് പണം തികയാതെ വരുന്നതിനുള്ള സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് ഈ റോബേഴ്സിന് പണം തികയാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, അവര് റോബറിക്ക് ഇറങ്ങുക അല്ലെ, പണം കട്ടെടുക്കാനും തട്ടിപ്പറിക്കാനും, ആളില്ലാത്ത വീട്ടിലേക്ക് കയറിയിട്ട് കവർച്ച നടത്താനൊക്കെ റോബേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് സ്കേഴ്സിറ്റി ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, അവരതിലേക്ക് ഇറങ്ങുക അല്ലെ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ. അപ്പോ ലേണർ റോബിൻസിന്റെ റോബറി എടുക്കുക, റോബറി സ്കേഴ്സിറ്റി. ഇപ്പോ റോബേഴ്സിന് സ്കേഴ്സിറ്റി ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, അവര് കവർച്ച നടത്താനൊക്കെ അവർ പുറത്തിറങ്ങുക അല്ലെ. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകം കണക്ട് ചെയ്യണം. ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. അല്ലെങ്കിൽ ഈ നമ്മൾ ഇനി റോബിനും സ്കേഴ്സിറ്റിയും കണക്ട് ആവുമല്ലോ. അല്ലെങ്കിൽ റോബിൻ ഒരു എസ്സേ എഴുതി, പക്ഷെ ആ എസ്സേ എഴുതിയ വിഷയം സ്കേഴ്സിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ എസ്സേ വളരെ ചെറിയ എസ്സേ ആയിരുന്നു, വളരെ സ്കേഴ്സ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് ആരെഴുതിയത്, റോബിൻ എഴുതിയത് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ സ്കേഴ്സിറ്റി ഇനി മറക്കരുത്, ആരാണ്, റോബിനാണ്. ഇനി എന്നത് പബ്ലിഷ് ചെയ്തത് 1932 ഈ വർഷങ്ങളൊക്കെ നോക്കി വെച്ചാൽ കിട്ടും, ഈസി ആയിട്ട് പഠിച്ചു വെക്കും. 1932 അപ്പൊ റോബിൻസും സ്കേഴ്സിറ്റിയും കണക്ട് ചെയ്യാൻ ആദ്യം റോബേഴ്സിന് സ്കേഴ്സിറ്റി അവർ നേരിട്ടപ്പോ അവര് കവർച്ചയ്ക്ക് അവർ ഇറങ്ങുന്നു. അങ്ങനെ റോബിൻസിനും സ്കേഴ്സിറ്റി നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ റോബിൻ ഒരു എസ്സേ എഴുതിയപ്പോ, അല്ലെങ്കിൽ റോബിൻ സ്കേഴ്സിറ്റിയെ കുറിച്ച് ഒരു എസ്സേ അദ്ദേഹം എഴുതിയെന്നൊക്കെ എന്ത് ചെയ്യുക, എങ്ങനെയൊക്കെ അത് കണക്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ് കഴിയുമ്പോൾ ഇനി ഇതിലൊരു സംശയം ഉണ്ടാവില്ല, ഓപ്ഷൻ വന്നാൽ എന്തായാലും നിങ്ങൾ അടിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി പോളെ സാമുവൽസൺ 1915-2009 അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. പോളെ സാമുവൽസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രോത്ത് ഡെഫിനിഷൻ അല്ല, നിങ്ങൾ നോക്കുക, സൺ വളർന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സാമുവൽസന്റെ സണ്ണും ഗ്രോത്തും. സണ്ണ് വളർന്നു അല്ലെ, സണ്ണ് വളർന്നു. അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സാമുവൽസൺ ഗ്രോത്ത്, അല്ലെങ്കിൽ സാമുവൽസൺ എക്കണോമിക്സ് ഒക്കെ പഠിച്ച് ആ വിഷയത്തിൽ ഒരുപാട് അദ്ദേഹം വളർന്നു, ഉയർച്ചയുണ്ടായി എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു അവസാനത്തെ ഡെഫിനിഷൻ നിങ്ങളൊക്കെ വെറും എക്കണോമിക്സ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് സാമുവൽസന്റെ പുസ്തകം എക്കണോമിക്സ്. അപ്പൊ നമുക്കിവിടെ സണ്ണ് ഗ്രോത്ത് അതാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ട സംഭവം. പിന്നെ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ പിന്നെ എക്കണോമിക്സ് ആരായിട്ട് കണക്ട് ചെയ്യാം, പോളെ സാമുവൽസിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ സണ്ണ് വളർന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, സണ്ണ് ഗ്രോത്ത്. പിന്നെ ഇവിടെ 1964 അദ്ദേഹം പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 32 ലേണർ റോബിൻസൺ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. പിന്നെ ഒരു 32 വർഷം കഴിഞ്ഞപ്പോൾ 1964 പോളെ സാമുവൽസൺ സൺ ഗ്രോത്ത് വളർച്ചാ നിർവചനം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചു വെക്കാനുള്ളത്. അപ്പൊ ഞാൻ ഉറപ്പ് പറയുന്നു, ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് മാറില്ല. നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. ഇതിനൊരു 1-2 പ്രാവശ്യത്തിന്റെ ക്ലാസ് കേട്ടാൽ മതി. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഉണ്ടോ? HSA പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡർ കൊടുത്തിട്ടുണ്ട്. 41ാമത്തെ ചോദ്യം എക്കണോമിക്സിലെ ആദ്യത്തെ ചോദ്യം തന്നെയായിരുന്നു. ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷമാണ് 1776 അല്ലെ. അപ്പൊ ഇനി ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിന്റെ പുസ്തകമോ വെൽഫെയർ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തത്? ഇവിടെ ഓപ്ഷൻ ഉണ്ട്, 1890 പിന്നെ 1932 ലേണർ റോബിൻസൺ സ്കേഴ്സിറ്റി എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം 1932 പിന്നെ നമ്മളെ പോളെ സാമുവൽസൺ സണ്ണ് ഗ്രോത്ത് ഡെഫിനിഷൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എക്കണോമിക്സ്. അദ്ദേഹം പുസ്തകം പബ്ലിഷ് ചെയ്ത് 1964 അല്ലെ. ഇപ്പൊ അത് കിട്ടിയിട്ടുണ്ടാവും, ഓർമ്മ വരും.